നമസ്കാരം, ഞാൻ ഡോക്ടർ അനുപ്രിയ, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് SUT ഹോസ്പിറ്റൽ. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ സ്റ്റേജാണ് ക്യാൻസറിനുള്ളതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. OPയിൽ വരുമ്പോൾ എപ്പോഴും പേഷ്യൻറ്റോ അല്ലെങ്കിൽ പേഷ്യൻ്റെ കൂടെ വരുന്ന ആൾക്കാരോ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഇപ്പോൾ ഏതാണ് പേഷ്യൻ്റെ സ്റ്റേജ് ഓഫ് ക്യാൻസർ എന്നുള്ളത്. അതിൽ നമുക്ക് ആദ്യം അറിയേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റേജ് മിക്കവാറുമുള്ള സോളിഡ് ഓർഗൻ മാലിഗ്നൻസി, അതായത് നമുക്ക് ബ്രസ്റ്റിൽ നിന്നോ ലങ്സിൽ നിന്നോ അല്ലെങ്കിൽ ലിവറിലോ ഒക്കെ ഉള്ള ഡിസീസിനെ നമുക്ക് പൊതുവേ നമ്മളൊരു സ്റ്റേജ് 1 തൊട്ട് സ്റ്റേജ് 4 വരെയുള്ള ക്യാൻസറുകളായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയാണോ അസുഖം ഉള്ളത് ആ ഓർഗനിൽ മാത്രമേ അസുഖം നിലനിൽക്കുന്നുള്ളൂ. സ്റ്റേജ് 2 എന്ന് പറയുമ്പോഴേ അതിന് ചുറ്റുമുള്ള കഴലകളിലോട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവാം. സ്റ്റേജ് 3 എന്ന് പറയുമ്പോൾ ഓർഗനിൽ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ ഈ കുറച്ചധികം കഴലകളിലോട്ടോ വ്യാപിച്ച് തന്നെ നമ്മൾ സ്റ്റേജ് 3 ആയിട്ട് കൂട്ടും. സ്റ്റേജ് 4 എന്ന് പറയുമ്പം ഈ കഴലകളല്ലാതെ, ഇതിന് ചുറ്റുമുള്ള കഴലകളല്ലാതെ ദൂരേക്ക് എവിടെയെങ്കിലും, ദൂരേക്കെന്ന് പറയുമ്പം ശ്വാസകോശത്തിലോട്ടോ ശ്വാസകോശത്തിലോട്ടോ ലിവറിലോട്ടോ അല്ലെങ്കിൽ ബോൺസിലോട്ടോ ഒക്കെ സ്പ്രെഡ് ചെയ്തതിനെയാണ് നമ്മൾ സ്റ്റേജ് 4 എന്ന് പറയുന്നത്. എല്ലാ തരത്തിലുള്ള സ്റ്റേജ് 4 അസുഖങ്ങളും നമുക്ക് മോശം പ്രോഗ്നോസിസ് ആണോ അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് വളരെ മോശം ആണോ എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമാണ്. ചില തരത്തിലുള്ള അഡ്വാൻസ് ആയിട്ടുള്ള, അതായത് സ്പ്രെഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അത് നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. ഉദാഹരണമായിട്ട് ലങ്സ് ഉള്ള അസുഖം, അതിൽ എല്ലാ തരത്തിലുള്ളതും അല്ല, അതിൽ ചില തരത്തിലുള്ള അഡിനോകാർസിനോമ എന്ന് പറയുന്നതും അതിലൊരു പ്രത്യേക തരം മ്യൂട്ടേഷൻസ് പോസിറ്റീവായിട്ട് വരുന്നതുമായിട്ടുള്ള ദൂരേക്ക് വ്യാപിച്ചിട്ടുള്ളതായിട്ടുള്ള ക്യാൻസറുകൾ നമുക്ക് കുറച്ച് കീമോതെറാപ്പി അല്ലാതെ തന്നെ കുറച്ച് ഗുളികളിലൂടെ നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ബ്രസ്റ്റിൽ തന്നെ ഉള്ള ചില തരത്തിലുള്ള ഫേവറബിൾ ആയിട്ടുള്ള ഹിസ്റ്റോളജി ഉള്ള ബ്രസ്റ്റ് ട്യൂമേഴ്സിനെ നമുക്ക് ഈ ചെറുതായിട്ട് തന്നെ നമുക്ക് 1-2 അതിന് നമ്മൾ ഒളിഗോ മെറ്റാസ്റ്റാറ്റിക് കണ്ടീഷൻസ് എന്നാണ് പറയുന്നത്. ചെറുതായി അത് നമുക്ക് 1-2 ചെറിയ രീതിയിലുള്ള ട്യൂമറായിട്ട് സ്പ്രെഡ് ചെയ്തേക്കുന്നതിനെല്ലാം നന്നായിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് നൽകി ക്യൂർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും.